ശരി, ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ? എന്താണ്? ആദ്യം ഇനിയും കുറെ ബുക്സ് ഫിനിഷ് ചെയ്യണം. ബിക്കോസ് ഞാൻ ഓരോ പ്രാവശ്യം വായിക്കും, എല്ലാ ദിവസവും 2-3 പേജ് വായിച്ചിട്ട് ഞാൻ വായിച്ചെന്ന് പറയാം. പക്ഷെ എനിക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് 2-3 മാസമൊക്കെ എടുക്കും. അപ്പം ഞാൻ ബുക്ക് ഫിനിഷ് ചെയ്യാനാണ് എൻ്റെ റെസൊല്യൂഷൻ. കുറെ അതായത് എനിക്ക് ഈ പൈത്തോണും HTML ഫുൾ കേട്ടിട്ടുണ്ട് കുറെ. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഡിഫറെന്റ് ജോൺറസ് ഒക്കെ വായിക്കണം. എപ്പോഴും ഫാന്റസി വായിക്കാതെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് വായിക്കണം. പിന്നെ ബാഡ്മിന്റൺ ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം തീരുമാനിച്ച റെസൊല്യൂഷൻ എന്തെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം എന്താണ് റെസൊല്യൂഷൻ? അതാ ചോദിച്ചേ, വല്ലതും ഉണ്ടായിരുന്നോന്ന്. ഓ, ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. നീ റെസ്പോൺസിബിൾ അല്ലേ ഇപ്പൊ? ഓ അല്ലേ? ആണ്. വിമാനം വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് യൂണിറ്റി ഫുൾ പഠിക്കണം. യൂണിറ്റിയാ? യൂണിറ്റി ഗെയിം എഞ്ചിൻ ഫുൾ ആയിട്ട്. നിനക്ക് മൊത്തത്തിൽ ഗെയിം കളിക്കണം, ഐപാഡിൽ ഇരിക്കണം. ഇത് തന്നെ നിന്റെ റെസൊല്യൂഷൻ. പിന്നെ കുറച്ചും കൂടി നോട്ട് ടു ടേക്ക് ലൈഫ് സീരിയസ്ലി. ഓക്കെ, ടു സീരിയസ് ആയിട്ട് എടുക്കാണ്ട. ഓ, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര സീരിയസ്? അല്ലെങ്കിൽ എല്ലാവരും സീരിയസ് ആയിട്ട് ടെൻഷൻ അടിച്ചോണ്ടിരിക്കും. ടെൻഷൻ അടിക്കാൻ പാടില്ല. ചേട്ടൻ എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ ഈ വർഷം? കഴിഞ്ഞ വർഷത്തെ റെസൊല്യൂഷൻ എന്തെങ്കിലും പാസ്സായിട്ടുണ്ടോ ഇതുവരെ? അതാ നല്ലത്. അച്ഛന്റെ റെസൊല്യൂഷൻ ജിമ്മിൽ ജോയിൻ ചെയ്യണം. എനിക്ക് എന്താ നടക്കൂലെന്ന് വിചാരിച്ചിട്ടാണോ റെസൊല്യൂഷൻ എടുക്കാത്ത? ഇന്നൊരു ജോക്ക് കണ്ടില്ലായിരുന്ന? 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എല്ലാവരും ഭയങ്കര പാർക്കിലൊക്കെ നടക്കുന്ന ആൾക്കാരെ തിരക്കായിരിക്കും. 6-ാം തീയതി തൊട്ട് തിരക്കില്ല. എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ എടുക്കാറുള്ളത്. അല്ല, പക്ഷെ ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ നല്ല ചെയ്തു. എന്ത് ചെയ്തു? എനിക്ക് തന്നെ തോന്നി ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി മുമ്പത്തെ വർഷത്തിനെക്കാട്ടിലും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നി. എൻ്റെ റെസൊല്യൂഷൻസ് ഒന്നും പാസ്സായിട്ടില്ല. ഞാൻ ജിമ്മിൽ ചേർന്നു. അതാണ് എൻ്റെ റെസൊല്യൂഷൻ ചെയ്തമ്മ. വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. റെസൊല്യൂഷൻ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കല്, പനി പിടിച്ച് വയ്യാതിരിക്കുക. പനിയല്ലേ അത്? പനി പോണത് റെസൊല്യൂഷൻ അല്ല. പറഞ്ഞത് മുഖമൊക്കെ ഒരുമാതിരി. ഓക്കെ, പറ. അല്ല, എൻ്റെ റെസൊല്യൂഷൻ കഴിഞ്ഞ വർഷം ജിമ്മിൽ ചേർന്നെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ജിമ്മിൽ ചേർന്നു. ചെയ്തത് ഒന്ന്. പിന്നെ യൂട്യൂബ് സക്സസ് ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. യൂട്യൂബ് സക്സസ് ആണ്, എന്റെ യൂട്യൂബ് സക്സസ് ആയിട്ടില്ല, എന്റെ ചാനൽ. പക്ഷെ അത് ഞാൻ വിചാരിച്ചായിരുന്നു ഈ വർഷമെങ്കിലും മോണിറ്റൈസേഷൻ ചെയ്യണമെന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. 2026 മോണിറ്റൈസ് ആവുന്നതായിരിക്കും. വീഡിയോ ഇട്ടാലേ കുറെ പ്രാവശ്യം ഇങ്ങനെ ഗ്യാപ്പ് വരും. നമ്മുടെ റെസൊല്യൂഷൻ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോ ഫ്രീക്വന്റ് വെച്ചാൽ ഓരോ ആഴ്ച ഇടണം. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഇടണമെന്ന് എല്ലാ വർഷവും വിചാരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ പോവും. ഈ വർഷമെങ്കിലും നടക്കുമോ നോക്കാം. അല്ലെങ്കിൽ പൂട്ടിക്കെട്ടി വെക്കേണ്ടതാണ് അടുത്ത റെസൊല്യൂഷൻ. ചാനലിൽ വീഡിയോ ഇടുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത റെസൊല്യൂഷൻ എടുക്കേണ്ടത്. അച്ഛൻ അമ്മയുടെ റെസൊല്യൂഷൻ ജോലിക്ക് കയറണം. എനിക്ക് ജോബിൽ കയറണമെന്നൊരു ആഗ്രഹമുണ്ട്. നടക്കുമോ നോക്കാം. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ചേട്ടന് വേറെ ഒരു ആഗ്രഹവും ഇല്ല ഈ വർഷം? എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ. എല്ലാം മതിയായി നിറഞ്ഞിരിക്കണം. ആയി ചേട്ടാ, മടുത്താ? പിന്നെ ഞാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ ഇരുന്നാ മതി. ഞാൻ ഇപ്പൊ നന്നാ തന്നെ ഇരിക്കുന്നു. എനിക്കൊന്നും മാറ്റം ഒന്നുമില്ല. എന്റെ ലൈഫ് നന്നാ തന്നെ ഇരിക്കുന്നു. എന്നാലും ആഗ്രഹങ്ങളൊന്നുമില്ല എവിടെയെങ്കിലും പോകണമെന്ന്? എവിടെയെങ്കിലും പോകണം. പോയാൽ മതി. അശ്വയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടോ? ഗ്രീസിലാ? അവിടെ ആരിയ്ക്കുന്നു? അവിടെ നല്ല രസമാണ് കാണാൻ. ചാർജ് ചെയ്യാൻ കൊടുത്തപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കും. ഷൂട്ടിംഗ് മോഡിൽ ഇരിക്കുന്നത്, അതാണ് നിങ്ങളുടെ പ്രശ്നം. ട്രിപ്പ് എവിടെങ്കിലും പോണം. അതിന് നല്ല റെസൊല്യൂഷൻ എവിടെങ്കിലും പോണോന്ന്. New Year is just another day, but you should always have your positive attitude, your എല്ലാമേ forward thinking. ലൈഫിൽ മുന്നേറണമെന്ന് അത് വേണം. അതിന് ന്യൂ ഇയറിനും അതിന് സംബന്ധമില്ല. പക്ഷെ ന്യൂ ഇയർ നമുക്ക് തുടങ്ങാം അങ്ങനെ ചെയ്യണത്. പക്ഷെ തുടങ്ങണതൊക്കെ ന്യൂ ഇയർ അവസാനം വരെ ഇരിക്കുമോ?
അങ്ങനെ ഇരിക്കണം, അതാണ് റെസൊല്യൂഷൻ. ശരി, എന്തെങ്കിലുമൊക്കെ ലാസ്റ്റില് വന്നാ മതി. ഇനി അടുത്ത വർഷം ഡിസംബറിൽ നമ്മൾ ഈ വീഡിയോ നോക്കിയിട്ട് നമ്മൾ പറയണം ഇതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തു. അച്ഛന്റെ ക്യാരക്ടറിനെ മാറ്റണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് റെസൊല്യൂഷനിൽ. എന്റെ തലയിൽ മുടി വേണം. അതാണ് റെസൊല്യൂഷൻ. 2026 തല നിറച്ച് മുടി വേണം. റെസൊല്യൂഷൻ അല്ലേ? ഉറപ്പായിട്ട് നടക്കും. ഉറപ്പായിട്ട് നടക്കുന്ന ഒരു റെസൊല്യൂഷൻ അത് മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ട് നടക്കും റെസൊല്യൂഷൻ. മറ്റേ റെസൊല്യൂഷൻ ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പോ നടക്കും, നടക്കാതിരിക്കും. പക്ഷെ ഇത് ഉറപ്പായിട്ട് നടക്കും. പക്ഷെ അച്ഛൻ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാനൊന്നും ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യാതെ അതുപോലെ തന്നെ എന്റെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി എല്ലാം നടക്കും. നമ്മളായിട്ട് റെസൊല്യൂഷൻ അത് ഇത് ഒന്നും വേണ്ട. നടക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫ് നടന്നില്ലേ? 26 നടക്കുന്ന നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ എങ്ങനെ വന്നാലും നമ്മൾ അതിനെ നേരിടുക, അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് വി ഹാവ് ടു മൂവ് ഫോർവേഡ് പോസിറ്റീവ്ലി. അതാണ് റെസൊല്യൂഷൻ. ഇത് തന്നെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും എന്താ സംഭവിച്ചത്? 2025 പെട്ടെന്ന് പോയി. 2025 അപ്പൂപ്പൻ മരിച്ചില്ലേ? ഇതിനേക്കാളും വലിയ സംഭവിക്കാതിരിക്കണം. വലിയ കാര്യമല്ലേ അത്? ഇല്ലടാ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ. ലൈഫ് അങ്ങനെ തന്നെ, എന്ത് വേണേലും നടക്കാം. അത് നേരിടണം. റിയാലിറ്റി, ദാറ്റ് ഈസ് റിയാലിറ്റി. വി ഹാവ് ടു ഫേസ് ദ റിയാലിറ്റി. അത് തന്നെ, എന്ത് വേണേലും നടക്കാം. പിന്നെ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ വന്നിട്ട് മുമ്പോട്ട് തന്നെ പോകണം, അത്ര തന്നെ. ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ നേരിടണം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലും മൂവ് ചെയ്യണം, അത്രേ ഉള്ളൂ. കേട്ടാ? എന്തൊക്കെ റെസൊല്യൂഷൻ എടുത്താലും എന്തൊക്കെ ലൈഫിൽ നടന്നാലും നമ്മൾ മുമ്പോട്ട് പോവാം, അത്ര തന്നെ. അപ്പോൾ എല്ലാവരും റെസൊല്യൂഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. ഹാപ്പി ന്യൂ ഇയർ.